ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹാസിൻ ദിൽറുബ എന്ന് പറയുന്ന ഹിന്ദി മൂവിയാണ്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമുക്ക് ജൗളാപൂർ കാണിക്കുന്നു. അവിടെ ഇപ്പോൾ നമ്മളുടെ ഹീറോയിൻ തെരുവിലുള്ള ഡോഗ്സിനെല്ലാം ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവളുടെ വീടിനുള്ളിൽ നിന്നും വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാവുന്നു. അങ്ങനെ ആ വീട് മുഴുവൻ പൊട്ടിത്തെറിക്കുന്നു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതുപോലെയുണ്ട്. അങ്ങനെ സ്ഫോടനം ഒന്ന് ഒതുങ്ങിയപ്പോഴേക്കും നമ്മളുടെ ഹീറോയിൻ പെട്ടെന്ന് തന്നെ വീടിനകത്തോട്ട് പോകുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനകത്ത് അവളുടെ ഹസ്ബൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവള് വീടിനുള്ളിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ഹസ്ബൻഡിന്റെ കൈ മാത്രമുണ്ട്. ആ കൈയിൽ നമ്മളുടെ ഹീറോയിന്റെ നെയിം, അതായത് റാണി എന്ന് പച്ച കുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഹീറോയിൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് പോലീസും എത്തുന്നു. പോലീസ് എത്തിയതിനു ശേഷം അവിടെയുള്ളവരോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. ഇപ്പോഴും നമ്മളുടെ ഹീറോയിൻ വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ വെച്ച് നമ്മളുടെ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു, ഹാസിൻ ദിൽറുബ. ഇപ്പോൾ ഈ സംഭവം നടന്നതിന് 6 മാസം മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നു. നമ്മളുടെ ഹീറോ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഒരു നാട്ടിലോട്ട് വരികയാണ്. ഹീറോയ്ക്കാണെങ്കിൽ പെണ്ണ് കാണാൻ പോകാൻ യാതൊരു താല്പര്യവുമില്ല. കാരണം ഹീറോ ഫസ്റ്റ് ആയിട്ട് ഒരു പെണ്ണിനെ കണ്ട് അവളോട് സംസാരിച്ചപ്പോഴാണ് അവൾക്ക് മറ്റൊരാളുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് അറിയുന്നത്. അതിനുശേഷം അവൻ ഇനി ഞാൻ പെണ്ണ് കാണാൻ പോവുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. പക്ഷെ അവന്റെ അമ്മ അവനെ മറ്റൊരു പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇപ്പോൾ ഇവൻ കാണാൻ പോകുന്ന ആ പെൺകുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവളാണ് നമ്മളുടെ ഹീറോയിൻ. ഇപ്പോൾ ഹീറോയിൻ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു റിലേറ്റീവ് വന്നിട്ട് പറയുന്നു, റാണി ഇതാണ് നിനക്ക് പറ്റിയ ചെറുക്കൻ. എന്നാൽ നമ്മുടെ ഹീറോയിൻ പറയുന്നു, ഞാൻ ഈ ഡൽഹി സിറ്റിയിൽ ഇരുന്നിട്ട് എനിക്ക് ജൗളാപൂരിൽ പോയിട്ട് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക. എന്നാൽ ആ റിലേറ്റീവ് പറയുന്നു, അതൊന്നും നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ തന്നെ റെഡി ആയിക്കോളുമെന്ന്. അങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാനുള്ള സമയം ലഭിക്കുന്നു. ആ സമയത്ത് നമ്മളുടെ ഹീറോ അവളോട് ഹോബി എന്താണെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അവള് അവളുടെ ഹോബി പറഞ്ഞതിന് ശേഷം നമ്മളുടെ ഹീറോയോടും ചോദിക്കുന്നു. അപ്പോൾ ഹീറോ പറയുന്നു, എനിക്ക് ഇലക്ട്രിക്കൽ വർക്കെല്ലാം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മളുടെ ഹീറോയിൻ പറയുന്നു, ഇവിടുത്തെ ഫാൻ കുറേ ദിവസമായിട്ട് കേടാണ്, അങ്ങനെയാണെങ്കിൽ അതൊന്ന് റെഡിയാക്കി തരുമോ എന്ന്. അപ്പോൾ ഹീറോ ചോദിക്കുന്നു, ഇപ്പോൾ തന്നെ ചെയ്യണമോ എന്ന്. അപ്പോൾ അവള് ഇപ്പോൾ തന്നെ ചെയ്യൂ എന്ന് പറയുന്നു. അങ്ങനെ നമ്മളുടെ ഹീറോ അവിടെ ഡെസ്കിൽ കയറിയിട്ട് ഫാൻ റെഡിയാക്കാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ കൃത്യമായിട്ട് ആ സ്ഥലത്തേക്ക് നമ്മളുടെ ഹീറോയുടെ അമ്മ കയറി വരുന്നു. ഹീറോയുടെ അമ്മ വരുമ്പോൾ ഇത് കണ്ടിട്ട് ആ പെൺകുട്ടിയെ ഹീറോയുടെ അമ്മയ്ക്ക് ഇഷ്ടമാവുകയില്ല. അതിനുശേഷം വീട്ടിൽ പോയിട്ട് നമ്മളുടെ ഹീറോ പറയുന്നു, ഞാൻ ഈ പെൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന്. അങ്ങനെ എന്തെങ്കിലും നീ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വിഷം കുടിക്കുമെന്ന് പറഞ്ഞ് അവന്റെ അമ്മ ചുമ്മാ നാടകം കളിക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും അവർ രണ്ട് തമ്മിലുള്ള കല്യാണം ഫിക്സ് ആക്കുന്നു. ഹീറോയാണെങ്കിൽ ഹീറോയിന് വേണ്ടിയിട്ട് കണ്ണാടി ഇട്ടിരുന്ന അവൻ പെട്ടെന്ന് തന്നെ ലെൻസിലോട്ട് മാറുന്നു. അതുപോലെ തന്നെ അവളുടെ പേര് അവന്റെ കയ്യിൽ പച്ച കുത്തുന്നു. അങ്ങനെ അവരുടെ കല്യാണ ദിവസം വന്നു. അങ്ങനെ കല്യാണവും നല്ല രീതിയിൽ കഴിയുന്നു. ഇപ്പോൾ അതിനുശേഷം 2 മാസം കഴിഞ്ഞ് കാണിക്കുന്നു. ഇവര് വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട്. അവിടെയുള്ള ഒരു പോലീസ് ഓഫീസർ നമ്മളുടെ ഹീറോയിനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആദിത്യ എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടർ അങ്ങോട്ട് വരുന്നത്. അദ്ദേഹം നമ്മളുടെ ഹീറോയിനെ ഉള്ളിലോട്ട് വിളിക്കുന്നു. എന്നിട്ട് ആ ഓഫീസർ നമ്മളുടെ ഹീറോയോട് ചോദിക്കുന്നു, എന്താണ് മാഡം, നിങ്ങൾ ഇപ്പോഴും കള്ളമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനിയെങ്കിലും സത്യം പറയൂ. എന്നാൽ അതിന് നമ്മളുടെ ഹീറോയിൻ പറയുന്നത്, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നാണ്. അപ്പോൾ അയാൾ പറയുന്നു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറയൂ. അപ്പോൾ തന്നെ അവള് പറയാൻ ആരംഭിക്കുന്നു. അത് നമ്മളെയും കാണിക്കുന്നു. ഹീറോയിൻ അവളുടെ ഹസ്ബൻഡിന്റെ നാട്ടിലേക്ക് വന്ന് ട്രെയിൻ ഇറങ്ങുകയാണ്. ആ നാട്ടിൽ കുറെ നേരം റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യും. ഹീറോയുടെ ഫ്രണ്ട് കാർ എടുത്തിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആവുന്നു. അങ്ങനെ അവര് വന്നതിന് ശേഷം കാറിൽ കയറി നമ്മളുടെ ഹീറോയിൻ പോവുകയാണ്. ആ സമയത്ത് നമ്മളുടെ ഹീറോയിൻ ഇങ്ങനെ ആലോചിക്കുന്നു, ഈ സ്ഥലം നമുക്ക് സെറ്റ് ആവുമോ ഇല്ലയോ എന്നൊക്കെ. അതിനുശേഷം ഹീറോയിൻ വീട്ടിലേക്ക് എത്തുന്നു. അവിടെയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ ആ ഫംഗ്ഷൻ ക്യാൻസൽ ആക്കുന്നു. അത് നമ്മളുടെ ഹീറോയിന് അത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല. ഇപ്പോൾ മഴ പെയ്തതുകൊണ്ട് വീടിന്റെ ഫ്ലോർ മുഴുവൻ വെള്ളമാകുന്നു. അപ്പോൾ അവൾ ഈ തറ തുടയ്ക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നു. ഉടനെ ഹസ്ബൻഡ്, അത് കുഴപ്പമില്ല, ഞാൻ തുടച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് അവൻ തന്നെ തറ തുടയ്ക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മളുടെ ഹീറോയിൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്. അങ്ങനെ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഹീറോയുടെ അമ്മ അവളോട് പറയുന്നു, ഇന്ന് വീട്ടിൽ കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് വേണ്ട പലഹാരങ്ങളെല്ലാം നീ ഉണ്ടാക്കണം. അപ്പോൾ അവൾ പറയുന്നു, എനിക്കാണെങ്കിൽ അതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന്. അപ്പോഴേക്കും ഹീറോയുടെ അമ്മ അവളോട് ദേഷ്യപ്പെടാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഹീറോ പെട്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞ് അവളെ അതിൽ നിന്ന് രക്ഷിക്കുന്നു. അതിനുശേഷം രാത്രി ഹീറോയിൻ നമ്മുടെ ഹീറോയോട് ദേഷ്യപ്പെടുന്നു. എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ, അപ്പോൾ നീ തന്നെയല്ലേ എന്നോട് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്, എന്നിട്ട് നിനക്കത് അമ്മയോട് പറയത്തില്ലായിരുന്നോ എന്ന് ചോദിച്ച് ഹീറോയെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു. എന്നാൽ നമ്മുടെ ഹീറോ വിട്, അതൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ കൂളാക്കാൻ ശ്രമിക്കുന്നു.
എന്നാൽ അവൾ വീണ്ടും വീണ്ടും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മളുടെ ഹീറോ നേരെ ബാത്റൂമിലോട്ട് പോകുന്നു. അവിടെ കുറെ നേരം നിന്നതിന് ശേഷം തിരിച്ച് റൂമിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണിക്കുന്ന സീനിൽ നമ്മളുടെ ഹീറോ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹീറോ ഇപ്പോൾ തന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് ചെന്നിട്ട് ഹീറോയിന്റെ മനസ്സിൽ എങ്ങനെയാണ് ഇടം പിടിക്കുക എന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ ഹീറോയിനും അവളുടെ സ്വന്തക്കാരുടെ ഒക്കെ അടുത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. അവരും കുറച്ച് ഐഡിയകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം നമ്മളുടെ ഹീറോയിൻ ഹസ്ബൻഡിനെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ദൂരത്ത് നിന്ന് നമ്മളുടെ ഹീറോയുടെ അമ്മ ഇതെല്ലാം കാണുന്നു. അവരിത് കണ്ട ഉടനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിപ്പോകുന്നു. ഇപ്പോൾ നമ്മളുടെ ഹീറോ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ സ്റ്റഡിയായി നിന്നിട്ട് അവന്റെ വൈഫിനെ വിളിക്കുന്നു. അവൾ അപ്പോഴേക്കും നിലത്ത് വീണ സാരിത്തുമ്പ് എടുത്തുകൊണ്ട് അവനെ നോക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഹീറോയുടെ അമ്മ ശ്രദ്ധിക്കുന്നു. ഇവരിതെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് ഓർത്ത് അവരാകെ കൺഫ്യൂസ്ഡ് ആവുന്നു. അതിനുശേഷം പിന്നീടും നമ്മളുടെ ഹീറോയിൻ അവനെ സെഡ്യൂസ് ചെയ്യുന്നത് പോലെ സാരിയെല്ലാം ഇട്ട് നിൽക്കുന്നു. അപ്പോഴേക്കും ഹീറോയുടെ അമ്മ അവളോട് മര്യാദയ്ക്കിരിക്കൂ എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു. അന്ന് രാത്രി ഹീറോയിൻ ഒരു പ്ലാനോട് കൂടിയാണ് വരുന്നത്. അവള് റൂമിലോട്ട് വന്നിട്ട് അവളുടെ ബ്ലൗസിന്റെ കൊളുത്തൊന്ന് ഇട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അവനോട് അവൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം അവര് ബെഡിലോട്ട് കിടന്ന് അവരുടെ റൊമാൻസ് ആരംഭിക്കുന്നു. പക്ഷെ ഹീറോ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മാറുന്നു. ഇത് അവളെ മാനസികമായി മടുപ്പിക്കുന്നു. അങ്ങനെ രാത്രി അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഹീറോ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഹീറോയിന് കൃത്യമായിട്ട് ഒരു കോൾ വരും. അവളോട് സംസാരിക്കുന്ന ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ റിലേറ്റീവ് ആന്റിയാണ്. അവരവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ല. ഞാനൊരു തെറ്റായ തീരുമാനമാണ് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഇയാളിൽ എനിക്ക് ഒരു കാര്യവും ഇഷ്ടപ്പെടുന്നില്ല. ഇവളീ പറയുന്നതെല്ലാം ബാത്റൂമിൽ നിന്ന് നമ്മളുടെ ഹീറോ കേൾക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ അവൻ എവിടേക്കാണ് പോയതെന്ന് അറിയാതെയാണ് അവൾ ഇത്ര ധൈര്യത്തിൽ സംസാരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ നമ്മളുടെ ഹീറോ ഓഫീസിലോട്ട് പോകുന്നു. ഇപ്പോൾ ഓഫീസിലുള്ളവരെല്ലാവരും ചോദിക്കുന്നു, കല്യാണം കഴിഞ്ഞിട്ട് എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഓഫീസിലോട്ട് വന്നേ? ഒരു 10 ദിവസമെങ്കിലും ലീവ് എടുക്കത്തില്ലായിരുന്നോ എന്ന്. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ഹീറോയിൻ അവനോട് സംസാരിക്കാൻ വേണ്ടി വരുന്നു. എന്നാൽ ഹീറോ അവളെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നു. അപ്പോൾ അവൾ എന്തെങ്കിലും വർക്കിന്റെ ടെൻഷൻ ആയിരിക്കും, നാളെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയും അവൻ അവളെ അവോയ്ഡ് ചെയ്യുന്നു. അങ്ങനെ അവള് ഇന്നത്തെ ദിവസം രാത്രി എങ്ങനെയാണെങ്കിലും സംസാരിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവള് രാത്രി അവനോട് സംസാരിക്കുന്നു. അപ്പോൾ ഹീറോ അവളോട് പറയുന്നു, നീ ആന്റിയോട് സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു എന്ന്. അപ്പോഴേക്കും അവളുടെ മുഖമാകെ മാറുന്നു. എന്നിട്ട് നമ്മളുടെ ഹീറോ ചോദിക്കുന്നു, നിനക്ക് എങ്ങനത്തെ പയ്യനെയാണ് വേണ്ടത്, എന്താണ് നീ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ അവളും അവളുടെ ഹസ്ബൻഡിനെ പറ്റിയുള്ള കൺസെപ്റ്റ് എല്ലാം പറയുന്നു. ഇത് കേട്ടിട്ട് ഹീറോ ഒന്നും പറയാതെ ബാത്റൂമിലോട്ട് പോകുന്നു. അതിനുശേഷം പിന്നീട് അവൻ ഹീറോയിനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവള് ഒരുപാട് തവണ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴൊക്കെ അവൻ അവോയ്ഡ് ചെയ്യുന്നു. ഇപ്പോൾ ഈവനിങ് നേരത്തെ വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഹീറോ ഒരു ഡിഗ്രി കൂടി ചെയ്യുന്നു. ഇപ്പോൾ ഹീറോയിൻ ബുക്കെങ്കിലും വായിച്ചിരിക്കാമെന്ന് പറഞ്ഞ് അവൾക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം ഇടയിൽ കൂടി അമ്മായിമ്മ അവളെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ അവളെ ഒന്ന് പുറത്തൊക്കെ പോയി വരാമെന്ന് വിചാരിച്ച് അവള് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അവള് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് മറ്റൊരു പെണ്ണിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നത്. ഇപ്പോൾ ഹീറോയിൻ നേരെ അങ്ങോട്ട് വന്നിട്ട്, ഇവരുടെയൊക്കെ കൂടെ സംസാരിക്കാൻ നിനക്ക് സമയമുണ്ടോ? എന്റെ കൂടെ മാത്രമേ സംസാരിക്കാൻ കഴിയാത്തതുള്ളൂ എന്ന് ചോദിക്കുന്നു. എന്നാൽ അപ്പോൾ ഹീറോ പറയുന്നു, ഞാൻ അഡ്രസ്സ് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന്. എന്നാലും അവള് ഹീറോയെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. എന്നിട്ട് ഇവരുടെ പ്രൈവറ്റ് ലൈഫിനെ പറ്റിയെല്ലാം ആ പെൺകുട്ടിയുടെ അടുത്ത് പറയുന്നു. എന്നിട്ട് ഹീറോയിൻ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് അവൾ അവളുടെ അമ്മയെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഞാൻ കുറച്ചുനാള് അവിടെ വന്ന് നിന്നോട്ടെ എന്ന്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ട് കറക്റ്റ് നമ്മളുടെ ഹീറോയും അങ്ങോട്ടെത്തുന്നു. അപ്പോൾ അവള് ഹസ്ബൻഡിനോട് പറയുന്നു, നമുക്കൊരു ഹണിമൂണിന് പോയാലോ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറും. അതിന് നമ്മളുടെ ഹീറോ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റ് കീറി കളയുകയാണ്. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മളുടെ ഹീറോയിൻ കുറെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ അവിടെ നീൽ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ടാകും. അത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹീറോയുടെ കസിൻ ബ്രദറാണ്. ഇപ്പോൾ അമ്മായിയമ്മ നീലിനെ പറ്റി ഹീറോയിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ലേറ്റായി എഴുന്നേറ്റതിന് അവളെ വഴക്ക് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ അവളെ വഴക്ക് പറയുന്നത് നീൽ ശ്രദ്ധിക്കുന്നു. അതിനുശേഷം നീൽ അകത്തോട്ട് വന്നിട്ട് നമ്മളുടെ ഹീറോയെ കെട്ടിപ്പിടിക്കുന്നു. ഇതെല്ലാം അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇടയ്ക്കിടയ്ക്കായിട്ട് അമ്മായിയമ്മ നമ്മളുടെ ഹീറോയിനെ വഴക്ക് പറയുന്നത് നീൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മളുടെ ഹീറോയിൻ വളരെ ശോകത്തോടു കൂടി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീല് പറയുന്നു, നിങ്ങൾ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട, നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇവൾക്കും കുറച്ച് സന്തോഷത്തോടു കൂടി താങ്ക് യു എന്നൊക്കെ അവനോട് പറയുന്നു. അടുത്ത ദിവസം നീല് എക്സർസൈസ് ചെയ്യുന്നത് മുകളിൽ നിന്ന് അവൾ നോക്കുകയാണ്. അവൾ അങ്ങനെ നോക്കി നിൽക്കുന്നത് അവനും ശ്രദ്ധിക്കുന്നു. അപ്പോൾ അവൻ അവളോട് എനിക്കൊരു ഗ്ലാസ് ചായ കിട്ടുമോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും അവൾ പെട്ടെന്ന് പോയി അവന് വേണ്ടി ചായ വെക്കുന്നു. എന്നാൽ അവൾക്ക് ചായ വെക്കാനൊന്നും അറിയില്ല. അവൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് വന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നു.
അങ്ങനെ അവൾ ചായ ഉണ്ടാക്കി നീലിന് കൊണ്ടുപോയി കൊടുക്കുന്നു. അവനത് കുടിച്ചിട്ട് സൂപ്പർ ആയിട്ടുണ്ട്, നിങ്ങൾ നന്നായി പാചകം ചെയ്യുമെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അവൾ അത് കേട്ടിട്ട് ചിരിക്കുന്നു. അതിനുശേഷം ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഹീറോയിനെ കൂട്ടിക്കൊണ്ട് വെള്ളത്തിലൂടെയുള്ള റൈഡിന് പോകുന്നു. അവന് അത്തരത്തിലുള്ള റൈഡിംഗ് ആണ് ജോലി. അപ്പോൾ നമ്മളുടെ ഹീറോയിൻ വെള്ളത്തിൽ വീഴുമ്പോൾ അവനാണ് അവളെ രക്ഷിക്കുന്നത്. അങ്ങനെ അവര് രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് ഭയങ്കര ക്ലോസ് ആവുന്നു. അതിനുശേഷം വീട്ടിൽ വെച്ച് നമ്മളുടെ ഹീറോയിൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അടുത്തേക്ക് വരുന്നു. അവിടേക്ക് വന്നിട്ട് നീല് അവളെ ചെറുതായൊന്ന് തൊട്ടിട്ട് അവളുടെ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നീല് മുകളിലത്തെ റൂമിലോട്ട് പോയപ്പോഴേക്കും അവളും അവന്റെ പുറകെ പോകുന്നു. അവിടെ ചെന്നിട്ട് അവൾ അവനോട് പറയുന്നു, എന്റെ അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. അത് പറഞ്ഞപ്പോഴേക്കും നീല് അവളെ കിസ് ചെയ്യുന്നു. അവളും തിരിച്ച് കിസ് ചെയ്യാൻ ആരംഭിക്കുന്നു. അങ്ങനെ അവര് രണ്ടുപേരും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടക്കുന്നു. ഇപ്പോൾ അമ്മായിമ്മ അവളെ വിളിക്കുമ്പോഴേക്കും അവള് പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകുന്നു. അതിനുശേഷം രാത്രി എല്ലാവരും കൂടി ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീല് പറയുന്നു, ഈ വെജിറ്റേറിയൻ തന്നെ കഴിച്ച് ഞാൻ മടുത്തു, കുറച്ച് മട്ടൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ കാര്യം ഹീറോയിൻ ശ്രദ്ധിക്കുന്നു. ഹീറോയിൻ പിറ്റേ ദിവസം നേരെ മട്ടൻ കടയിലോട്ട് പോയിട്ട് മട്ടൻ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുന്നു. എന്നാൽ അമ്മായിമ്മ പറയുന്നു, എന്റെ കിച്ചണിൽ ഞാൻ മട്ടൻ കയറ്റാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും ഹസ്ബൻഡ് അവിടേക്ക് വരുന്നു. ഹസ്ബൻഡ് അവിടേക്ക് വന്നിട്ട് വൈഫിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് താഴത്തെ ഒരു റൂം എടുക്കുന്നു. എന്നിട്ട് ആ റൂമിലോട്ട് ഗ്യാസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് പാചകം ചെയ്യാനുള്ള രീതിയിലോട്ട് അറേഞ്ച് ചെയ്യുന്നു. ഈ സ്ഥലത്താണ് നമ്മൾ ആദ്യം കണ്ട ആ ബ്ലാസ്റ്റ് ഉണ്ടായത്. ഇവിടെയാണ് അയാളുടെ കൈ തെറിച്ചു വീണ് കിടന്നത്. ഇപ്പോൾ പോലീസ് നമ്മളുടെ ഹീറോയിനെ വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്നിട്ട് ആ ഇൻസ്പെക്ടർ അവിടെയുള്ള കോൺസ്റ്റബിളിനോട് പറയുന്നു, തീർച്ചയായും ഈ കൊല ഇവള് തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇവളെ പോലെയുള്ള പെണ്ണുങ്ങളെ ഒന്നും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവളൊക്കെ ജയിലിൽ തന്നെയാണ് കഴിയേണ്ടത്. ഇപ്പോൾ ആദ്യം ഹീറോയുടെ ഒരു ഫ്രണ്ടിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ അതിലെ വരുന്നത് കണ്ടിട്ട് അവളോട് പറയുന്നു, അവൻ എത്ര നല്ലവനായിരുന്നു എന്ന് നിനക്കറിയാമോ, നീ അവനെ മനസ്സിലാക്കിയിട്ടേ ഇല്ല, അവനെ നീ കൊന്നു കളഞ്ഞില്ലേ എന്നെല്ലാം ചോദിച്ച് അവളെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നു. അതിനുശേഷം ഇൻസ്പെക്ടർ ഇപ്പോൾ ഹീറോയിനെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഹീറോയിൻ മട്ടൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവളെ നീലിന്റെ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, നിനക്ക് വേണ്ടിയാണ് ഞാൻ മട്ടനൊക്കെ പാകം ചെയ്തത്. അവൻ അവളോട് ഒന്ന് പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എല്ലാം എടുക്കുന്നു. അപ്പോൾ നീല് പറയുന്നു, ഞാൻ ഇനി ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ നിന്ന് പോകുമെന്ന്. അപ്പോൾ അവൾ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ വരും. അപ്പോഴേക്കും അവന്റെ മുഖം മാറുന്നു. എന്നിട്ടും അവൻ പറയുന്നു, ഓക്കെ ശരി, നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാമെന്ന്. ഇപ്പോൾ ഹീറോയിൻ അവളോട് പറയുന്നു, ഞാൻ പോയിട്ട് പാചകം കംപ്ലീറ്റ് ചെയ്തിട്ട് അത് നിനക്ക് എടുത്തുകൊണ്ട് വരാമെന്ന്. അങ്ങനെ അവൾ കുക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അത് എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അമ്മായിമ്മ വരുന്നു. അമ്മായിമ്മ വന്നിട്ട് പറയുന്നു, ഇവിടെ ഇപ്പോൾ ആരും നോൺ വെജ് കഴിക്കുന്നതില്ല, നീ നിന്റെ ഹസ്ബൻഡ് വന്നതിന് ശേഷം അത് എടുത്തുകൊണ്ട് പോയിക്കോളൂ. എന്നാൽ അപ്പോൾ അവൾ പറയുന്നു, നീൽ ഇത് കഴിക്കുമെന്ന്. അപ്പോൾ അമ്മായിമ്മ പറയുന്നു, നീല് തിരിച്ചുപോയി, എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല എന്ന്. നീല് ഇവളെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് പോയതാണെന്ന് അവൾക്ക് മനസ്സിലായി. അതിനുശേഷം ഹസ്ബൻഡ് വന്നിട്ട് കറിയെല്ലാം നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, ഞാൻ നീലിന് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാമെന്ന്. അപ്പോഴേക്കും ഹീറോയിൻ പറയുന്നു, നീലിനെ ഞാൻ സ്നേഹിക്കുന്നു. ഇത് കേട്ടപ്പോഴേക്കും നമ്മളുടെ ഹീറോയുടെ മുഖമാകെ മാറുന്നു. അപ്പോൾ അവൾ പറയുന്നു, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്, എനിക്ക് നീലിനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എന്നെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്, പക്ഷെ അവൻ എന്നെ പറ്റിച്ചിട്ട് പോയി. ഹസ്ബൻഡ് ആകെ വിഷമത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അതിനുശേഷം അടുത്ത ദിവസം നമ്മളുടെ ഹീറോ കണ്ണിലുള്ള ലെൻസ് മാറ്റിയിട്ട് നോർമൽ സ്പെക്സ് വെക്കുന്നു. അതിനുശേഷം അവനൊരു കുളത്തിൽ പോയിട്ട് മുങ്ങിയിട്ട് എഴുന്നേറ്റ് വരുന്നു. അങ്ങനെ അവൻ നേരെ നീലുള്ള സ്ഥലത്തേക്ക് കയ്യിലൊരു സ്ക്രൂ ഡ്രൈവറും പിടിച്ചിട്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് അവൻ നീലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നീല് പിടിച്ച് അവനെ തിരിച്ചടിക്കുന്നു. അതിനെല്ലാം ശേഷം അവർ രണ്ടുപേരും കൂടി പോയിട്ട് ഒരുമിച്ചിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീല് പറയുന്നു, ഇതിൽ എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നിന്റെ ഭാഗത്താണ് തെറ്റുള്ളത്. അപ്പോൾ ഹീറോ ചോദിക്കുന്നു, നിനക്ക് അവളെ കൂട്ടിക്കൊണ്ട് വരത്തില്ലായിരുന്നോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമായി ജീവിക്കത്തില്ലായിരുന്നോ എന്ന്. പക്ഷെ എന്നാൽ നീല് അതിന് ഒരു മറുപടിയും കൊടുക്കില്ല. അതിനുശേഷം നമ്മളുടെ ഹീറോ വീട്ടിലോട്ട് വരുന്നു. വീട്ടിലോട്ട് വരുമ്പോൾ അവന്റെ ദേഹത്ത് പരിക്കുകളൊക്കെ കണ്ടിട്ട് അവൾ ഇതെന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ നീലിന്റെ അടുത്ത് പോയി ചോദിച്ചു, അവൻ എന്നെ അടിച്ചതാണെന്ന്. അതിനുശേഷം അവള് സോറി എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അവൻ അവളോട് ദയവ് ചെയ്ത് എന്നെ വിട്ട് എങ്ങോട്ടെങ്കിലും പോകുമെന്ന് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൾ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ അവള് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ കാത്തു നിൽക്കുമ്പോൾ കുറച്ച് ചെക്കന്മാർ അതിലേ വന്നിട്ട് അവളോട് പറയുന്നു, നീല് നിന്നെ പറ്റി കുറെ പറഞ്ഞിട്ടുണ്ട്, നീ വരികയാണെങ്കിൽ ഞങ്ങൾ ലിഫ്റ്റ് തരാം. അങ്ങനെയൊക്കെ പറഞ്ഞ് അവര് കമന്റ് അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് കൃത്യമായി നമ്മളുടെ ഹീറോ വരുന്നു. ഹീറോ അവളോട് കുറച്ചു നേരം നീ അകത്ത് നിൽക്ക്, ഞാനൊരു ഓട്ടോ കിട്ടിക്കഴിയുമ്പോൾ നിന്നെ വിളിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവൾ അകത്തോട്ട് കയറി പോകുന്നു. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ ഒരു ഓട്ടോ കിട്ടിക്കഴിയുമ്പോൾ ഹീറോ അവളെ വിളിച്ചിട്ട് പോയിക്കൊള്ളാൻ പറയുന്നു. എന്നാൽ അപ്പോൾ അവൾ പറയുന്നു, ഇനി ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ തന്നെ ഇരിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്, നിങ്ങളെ വിട്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീടിനകത്തോട്ട് കയറി പോകുന്നു. എന്നിട്ട് ആ പോലീസ് അവളോട് ചോദിക്കുകയാണ്, ഓ അപ്പോൾ അതിനുശേഷമാണോ നീയും നിന്റെ ബോയ് ഫ്രണ്ടും കൂടി പ്ലാൻ ചെയ്തിട്ട് നിന്റെ ഹസ്ബൻഡിനെ കൊന്നത്? അപ്പോൾ അവൾ പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല സംഭവിച്ചത്. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അതായത് ഹീറോയ്ക്ക് പിന്നീട് ഇവളെ എപ്പോൾ കണ്ടാലും ഭയങ്കര ദേഷ്യമാണ്. അവളെ കാണുമ്പോൾ അവള് നീലിന്റെ കൂടെ ഉണ്ടായിരുന്നതൊക്കെ ആയിട്ട് ഇവന് തോന്നുന്നു. അതുകൊണ്ട് ഇവൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു
ഒരു ശിക്ഷ കൊടുക്കണം എന്ന് അവൻ ആലോചിക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം അവൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് കാല് സ്ലിപ്പായിട്ട് അവിടെ വീഴുന്നു. നമ്മളുടെ ഹീറോ അവിടെ തന്നെ കാറ് വാഷ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരിക്കും. പക്ഷെ അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനോ ഒന്നിനും പോകില്ല. അവൻ അത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ആ സ്റ്റെപ്പിൽ നോക്കുമ്പോൾ അവിടെ സോപ്പ് പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചവിട്ടിയത് കൊണ്ടാണ് അവൾ സ്ലിപ്പായത്. ഇപ്പോൾ മറ്റൊരു ദിവസം ഇവള് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ചെയ്യുന്നു. പെട്ടെന്ന് തീ ഭയങ്കരമായിട്ട് ആളി വരുന്നു. അങ്ങനെ ഇവളുടെ കൈയൊക്കെ പൊള്ളുന്നു. അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് വേദന എടുത്തു നിൽക്കുമ്പോൾ നമ്മളുടെ ഹീറോ ഇത് കണ്ട് ചിരിക്കുന്നു. ഇപ്പോൾ അവൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിന്ന പോലീസ് അവളോട് പറയുന്നു, മതി നിന്റെ സ്റ്റോറി, നിർത്തിക്കോളൂ. അപ്പോൾ അവൾ പറയുന്നു, ഇത് സ്റ്റോറി ഒന്നുമല്ല, ഇതാണ് നടന്ന കാര്യം, ഞാൻ ബാക്കി കൂടി പറയാമെന്ന് പറഞ്ഞിട്ട് അവള് കണ്ടിന്യൂ ചെയ്യുന്നു. ഹീറോ അവന്റെ ഫ്രണ്ടിനോട് മദ്യപിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഹീറോയിൻ അങ്ങോട്ട് വന്നിട്ട് കുടിച്ചത് മതി, വരൂ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നു. അവള് വന്നപ്പോഴേക്കും അവൻ അവളെ പറ്റിയെല്ലാം ആ ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നു. എന്നാൽ ആ ഫ്രണ്ട് പറയുന്നു, നീ ഇന്ന് ഓവറായിട്ട് കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നു, നിങ്ങൾ ഓരോ ദിവസവും എന്നെ കൊല്ലാൻ നോക്കിയല്ലേ, ഞാനിതാ ചാവാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവള് മേലെ നിന്ന് ചാടാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും ഹീറോ അങ്ങോട്ട് വന്നിട്ട് അവളെ തള്ളിയിട്ട് പിന്നെയും പിടിക്കുന്നു. അപ്പോൾ അവള് ചോദിക്കുന്നു, എന്നെ എന്തിനാണ് പിടിച്ചത്, എന്നെ മരിക്കാൻ അനുവദിക്കൂ. അപ്പോഴേക്കും ഹീറോയും കരയാൻ തുടങ്ങുന്നു. അപ്പോൾ അവൾ പറയുന്നു, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിച്ചില്ലേ, ഇനിയെങ്കിലും നമ്മൾക്ക് ഒന്നായിരുന്നുകൂടെ. അങ്ങനെ അവര് രണ്ടുപേരും അവിടെ വെച്ച് കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം തൊട്ട് ഇവര് രണ്ടുപേരും സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങുന്നു. അമ്മായിമ്മ ചെയ്യേണ്ട ജോലികൾ കൂടി നമ്മളുടെ ഹീറോയിൻ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അമ്മായിമ്മ ഇവളുടെ കൂടെ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയാകുന്നു. അങ്ങനെ ഒരു ദിവസം ഹീറോയും ഹീറോയിനും കൂടി പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും നീല് തന്റെ ബൈക്കിൽ മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് അതിലെ വരുന്നു. ഹീറോയിൻ അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവന്റെ ബൈക്കിന്റെ കണ്ണാടി ഇളക്കി കളയുന്നു. എന്നിട്ട് അവള് തിരിച്ച് കാറിലോട്ട് കയറുന്നു. ഇപ്പോൾ നീല് ആ ഗേൾഫ്രണ്ടിനെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും അവരുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഇവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ നീൽ അവിടെ നിന്ന് പോകുമ്പോൾ ഇതിൽ ദേഷ്യം വന്നിട്ട് നമ്മളുടെ ഹീറോ അവനെ ചേസ് ചെയ്തു പോകുന്നു. നീലാണെങ്കിൽ ഹീറോ ചേസ് ചെയ്ത് വരുന്നത് കണ്ടിട്ട് അവനും പേടിച്ചിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ഹീറോയിൻ വളരെ സന്തോഷത്തോടു കൂടി നോക്കുന്നു. അങ്ങനെ കാർ ഇപ്പോൾ ഭയങ്കര സ്പീഡിൽ ഓടിച്ചത് കൊണ്ട് കാറിന് ഒരുപാട് ഡാമേജുകളെല്ലാം വരുന്നു. അങ്ങനെ അവരൊരു വർക്ക്ഷോപ്പിൽ കാർ കൊടുത്തിട്ട് നിങ്ങളിത് റെഡിയാക്കും, ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തിരിക്കുമ്പോഴാണ് ഹീറോയിൻ പറയുന്നത്, എനിക്ക് നിങ്ങളെ ഇപ്പോഴാണ് ശരിക്കും ഇഷ്ടപ്പെട്ടത്. അതും പറഞ്ഞ് അവര് രണ്ടുപേരും കിസ് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ അവിടെ വെച്ച് തന്നെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടത്തുന്നു. ഇപ്പോൾ പ്രസന്റില് പോലീസിനെ കാണിക്കുന്നു. അവരിപ്പോൾ ഹീറോയിന്റെ വീടിന് മുന്നിലാണുള്ളത്. അന്ന് എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് റീകോൾ ചെയ്യുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അടുത്ത വീട്ടിലുള്ള സ്ത്രീ പറഞ്ഞത്, അന്ന് ആ വീടിന്റെ ഉള്ളിലേക്ക് നീല് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷം നമ്മളുടെ ഹീറോയും ആ വീട്ടിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു നേരത്തിന് ശേഷം നമ്മളുടെ ഹീറോയിൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഹീറോ മരിക്കുന്നതിന് മുന്നേ അവന്റെ തലയിൽ എന്തോ ഒരു പരിക്കു പറ്റിയിട്ടുണ്ട്. മിക്കവാറും അത് ചെയ്തത് നീല് തന്നെയായിരിക്കും. അങ്ങനെ നമ്മളുടെ ഹീറോയിൻ പുറത്തു തന്നെ ആയിരുന്നോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് അവിടെയുള്ള ഒരു റിക്ഷക്കാരനെ വിളിക്കുന്നു. അന്ന് എന്താണ് നടന്നതെന്ന് ചോദിക്കുന്നു. മാഡം അന്ന് എന്റെ റിക്ഷയിൽ കയറിയിട്ട് മാർക്കറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാർക്കറ്റിൽ കൊണ്ടുപോയി വിട്ടു. എന്നോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാനും അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ അവര് എല്ലാ സാധനങ്ങളും മേടിച്ച് തിരിച്ച് ഇവിടേക്ക് വന്നിട്ട് ഇവിടെയുള്ള ഡോഗുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടെ ബ്ലാസ്റ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവരായിരിക്കില്ല കൊല ചെയ്തത് എന്നവൻ പറയുന്നു. എന്നാൽ പോലീസ് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു, അതൊക്കെ ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അല്ലാണ്ട് നീയല്ല എന്ന്. അങ്ങനെ ആ റിക്ഷക്കാരനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ആ സമയത്ത് കൃത്യമായിട്ട് നമ്മളുടെ ഇൻസ്പെക്ടർക്ക് ഒരു കോൾ വരുന്നു. ഇൻസ്പെക്ടർ ഉടനെ വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് അവിടേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ബ്രിഡ്ജിന്റെ മേലെ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മളുടെ ഹീറോയിന്റെ ഒക്കെ വീടിന്റെ പുറകിലായിട്ട് ഒരു നദിയുണ്ട്. ആ നദിയിലേക്ക് നീല് ചാടുന്നതായിട്ട് ആ വീഡിയോയിലുണ്ട്. ഇപ്പോഴാണ് ഇൻസ്പെക്ടർ ഇത് കാണുന്നത്. അങ്ങനെ നമ്മളുടെ ഹീറോയിനെ അങ്ങോട്ട് വിളിക്കുന്നു. എന്നിട്ട് അവൾക്ക് ആ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട്, ഈ ചാടുന്നത് നീല് തന്നെയല്ലേ, നീയും നീലും കൂടി ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ടല്ലേ അവനെ കൊന്നത് എന്നെല്ലാം ചോദിക്കുന്നു. എന്നാൽ അവൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോഴേക്കും അവിടെയുള്ള വനിതാ പോലീസ് അവളെ അടിക്കുന്നു. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നു, ഇവിടെ വെച്ച് അടിക്കരുത്, അകത്ത് കൊണ്ടുപോയി അടിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ അകത്ത് കൊണ്ടുപോയി അവളെ അടിച്ച് അവളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അങ്ങനെ അതിനെല്ലാം ശേഷം അവള് ടയേർഡായിട്ട് വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അടുത്ത ദിവസം അവൾ വീണ്ടും സ്റ്റേഷനിലോട്ട് പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ അവര് ലൈ ഡിറ്റക്ടർ വെച്ചിട്ട് അവളോട് സംസാരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. ഇപ്പോൾ അവള് റെസ്റ്റ് റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവളുടെ ചെരുപ്പിനകത്തുള്ള ഒരു ആണി ഇളക്കി വെക്കുന്നു. അങ്ങനെ അവള് തിരിച്ചു വരുന്നു.
അപ്പോൾ അവിടെയുള്ള ഡോക്ടർ അവളുടെ കയ്യിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ട് അവളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങുന്നു. അതിനവൾ ആൻസർ പറയാൻ തുടങ്ങുന്നു. എന്നാൽ അവളുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കര അധികമാണ്. എന്നിട്ട് ആ ഡോക്ടർ പറയുന്നു, അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയൂ. എന്നിട്ട് അവൾ പറയാൻ തുടങ്ങുന്നു, അന്ന് എൻ്റെ അച്ഛനും അമ്മായിയമ്മയും കൂടി പുറത്തു പോയിരുന്നു. ഹസ്ബൻഡിന്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നത് കൊണ്ട് കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിലോട്ട് വരുമ്പോൾ ഞാനും നീലും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീലിനോട് ഞാൻ പോകാൻ പറഞ്ഞ ആ കറക്റ്റ് സമയത്താണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് എന്നോട്, നീ പുറത്തു പോയിക്കോളൂ, ഇത് ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് എന്നെ പുറത്തേക്ക് വിടുന്നു. ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളത് കൊണ്ട് അതിനായിട്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു വന്നിട്ട് അവിടെയുള്ള ഡോഗ്സിനെല്ലാം ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. അതിനുശേഷം ഇൻസ്പെക്ടർ ആ ഡോക്ടറെ കണ്ടിട്ട് ചോദിക്കുന്നു, അവൾ എന്തെങ്കിലും കള്ളം പറഞ്ഞിരുന്നു എന്ന്. അപ്പോൾ അയാൾ പറയുന്നു, കള്ളമൊന്നും പറഞ്ഞില്ല, പക്ഷേ എല്ലാ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തിനും അവളുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഹീറോയിൻ ഇങ്ങനെ ഞൊണ്ടിയാണ് നടക്കുന്നത്. അങ്ങനെ അവർ ഈ ചെരുപ്പാണോ എപ്പോഴും ഇടുവുള്ളൂ എന്ന് ചോദിച്ച് ആ ചെരുപ്പെടുത്ത് പരിശോധിക്കുമ്പോൾ അതിലൊരു ആണി തറച്ചിട്ടുണ്ടാവും. ഈ ആണി എങ്ങനെയാണ് എൻ്റെ ഷൂവിൽ വന്നതെന്ന് എനിക്കറിയില്ല എന്ന് അവൾ പറയുന്നു. അങ്ങനെ അതിനുശേഷം ഡോക്ടർ ഇനി യെസ് ഓർ നോ ചോദ്യം ചോദിക്കാമെന്ന് പറയുന്നു. എന്നിട്ട് അവളോട് നിന്റെ പേര് റാണി എന്നാണോ എന്ന് ചോദിക്കുന്നു. അതിനവൾ യെസ് എന്ന ആൻസർ പറയുന്നു. എന്നിട്ട് ഹസ്ബൻഡിനെ കൊന്നത് നീയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ അല്ല എന്ന് പറയുന്നു. ഇപ്പോൾ ആ വേവ് ലെങ്ത് നോക്കുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവുന്നു അവൾ പറഞ്ഞത് സത്യം തന്നെയാണെന്ന്. അതിനുശേഷം ആ സീനിയർ നമ്മളുടെ ഇൻസ്പെക്ടറോട് പറയുന്നു, നീ ഈ കേസ് വിട്ടിട്ട് വേറെ എന്തെങ്കിലും നോക്കുമെന്ന്. അങ്ങനെ അയാൾ പോയിട്ട് നമ്മളുടെ ഹീറോയിൻ്റെ അടുത്ത് എന്ന് പറയുന്നു, മാഡം ഈ കേസ് കഴിഞ്ഞു, നിങ്ങൾക്കിപ്പോൾ പോകാമെന്ന്. അപ്പോൾ ഇവളും അവരോട് താങ്ക്സ് എല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ ആരംഭിക്കുന്നു. ഇപ്പോൾ 5 വർഷത്തിന് ശേഷം നമുക്ക് കാണിക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടർ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നു. ഇപ്പോൾ ഫാമിലിയോട് കൂടി ട്രെയിനിൽ അങ്ങോട്ട് പോകാമെന്ന് അയാൾ തീരുമാനിക്കുന്നു. അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു ബുക്ക് വാങ്ങുന്നു. അത് വായിക്കുമ്പോഴാണ് അയാൾക്ക് ഹീറോയിൻ പറഞ്ഞ കഥയെ ഓർമ്മ വരുന്നത്. അങ്ങനെ അയാൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കിപ്പോൾ ഒരു ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഹീറോ എല്ലാ സാധനങ്ങളും മേടിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവൻ വീട്ടിലെത്തുമ്പോൾ അവിടെ നീലും അവളും സംസാരിക്കുന്നത് കണ്ടിട്ട് അവൻ ടെൻഷൻ ആകുന്നു. എന്നിട്ട് നീലിനോട് അവൻ പറയുന്നു, നീ എന്തിനാണ് പിന്നെയും ഞങ്ങളെ ഫോളോ ചെയ്തു വരുന്നത്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലേ എന്ന് പറയുന്നു. അപ്പോൾ നീല് പറയുന്നു, ഞാനും നിന്റെ വൈഫും കൂടി ചേർന്നെടുത്ത ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, അതെല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താകുമെന്ന് നിനക്കറിയാമല്ലോ. ഇങ്ങനെയെല്ലാം ഇവൻ പറയുന്നത് കേട്ടിട്ട് ഹീറോ ആകെ ദേഷ്യപ്പെട്ടിട്ട് അവനെ അടിക്കുന്നു. ഇപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവുന്നു. അതിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് നമ്മളുടെ ഹീറോയ്ക്ക് തന്നെയാണ്. അങ്ങനെ നമ്മളുടെ ഹീറോയെ നീൽ അടിക്കുന്നത് കണ്ടിട്ട് ഹീറോയിൻ കയ്യിൽ കിട്ടിയ ഒരു വടി എടുത്തിട്ട് അവന്റെ തലക്കിട്ടടിക്കുന്നു. ഇപ്പോൾ നീല് അവിടേക്ക് വീണ് അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അബദ്ധത്തിൽ ഒരാളെ കൊന്നല്ലോ എന്നോർത്ത് അവള് ഫീൽ ചെയ്ത് കരയാൻ തുടങ്ങുന്നു. ഇപ്പോഴാണ് ഹീറോ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹീറോയുടെ കൈ അവൻ തന്നെ വെട്ടുന്നു. വെട്ടിയിട്ട് ആ കൈയാണ് അവിടെ വെച്ച് കത്തുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ ഹീറോയാണ് മരിച്ചതെന്ന് എല്ലാവരും വിചാരിക്കുന്നത്. എന്നിട്ട് നീലിന്റെയും ഹീറോയിന്റെയും ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ടാണ് അവൻ ഹീറോയിനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടെ മുഴുവൻ ബ്ലാസ്റ്റ് ചെയ്യാൻ ആരംഭിക്കുന്നത്. അവിടെ മുഴുവൻ കത്തിച്ചിട്ട് അവൻ ആ വീടിന്റെ പുറകുഭാഗത്തേക്ക് വരുന്നു. അപ്പോൾ മേലെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അവൻ കണ്ടിരുന്നു. അങ്ങനെ അവൻ ആ ക്യാമറയിൽ പെടാതെ തന്നെ പോകണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ക്യാമറയിൽ പെട്ടെങ്കിലും അത് നീലാണെന്നാണ് എല്ലാവരും കരുതിയത്. അങ്ങനെ അവൻ അവിടെ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടുന്നു. അങ്ങനെ ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന പോലീസിന് ഇതെല്ലാം കൃത്യമായി മനസ്സിലാകുന്നു. തീർച്ചയായും ഇത് പ്ലാൻ ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കഥയിൽ പറയുന്നത് പോലെ തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അയാൾ പറയുന്നു. അപ്പോൾ അയാൾ തൊട്ടടുത്തുള്ള വൈഫിന്റെ അടുത്ത് ചോദിക്കുന്നു, ആരെങ്കിലും ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് സ്വന്തം കൈ വെട്ടിക്കളയുമോ എന്ന്. അപ്പോൾ ആ വൈഫ് പറയുന്നു, അങ്ങനെയൊന്നും ആരും ചെയ്യില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു നഖം പോലും വെട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ആ പോലീസുകാരൻ വിചാരിക്കുന്നു അവരുടേത് ശരിക്കുമുള്ള ഒരു ട്രൂ ലവ് ആണെന്ന്. ഇപ്പോൾ നമ്മളുടെ ഹീറോയിനെ കാട്ടുന്നു. അവൾ ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ്. ആ സ്ഥലത്തേക്ക് നമ്മളുടെ ഹീറോ വരുന്നു. അവിടെ വെച്ച് നമ്മളുടെ ഹീറോയും ഹീറോയിനും കൂടി കൈകോർത്ത് നടക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ഹീറോയ്ക്ക് ഒരു കൈയുണ്ട്, മറ്റേ കൈയില്ല. അങ്ങനെ അവർ നടന്നു പോകുന്ന അവിടെ വെച്ചിട്ട് നമ്മളുടെ മൂവി അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.